+1 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ എന്തെല്ലാം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ആദ്യം നമ്മൾ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുകയും 1951 മുതൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. നമുക്കറിയാം പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തെ പ്ലാനിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കാർഷിക മേഖലയ്ക്കുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്ലാനിങ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു? നമുക്കറിയാം, ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് അഗ്രികൾച്ചറൽ സെക്ടർ വാസ് സ്റ്റാഗ്നേറ്റഡ്. കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വി അഡോപ്റ്റഡ് 2 മെഷേഴ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖലയിൽ നമ്മൾ 2 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് റിഫോംസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗ്രീൻ റവല്യൂഷൻ. ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവവും, അതാണ് നമ്മൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ 2 പരിഷ്കാരങ്ങൾ. ഇനി ലാൻഡ് റിഫോംസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭൂപരിഷ്കരണം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസിൻ്റെ ലക്ഷ്യങ്ങൾ: ടു അറ്റൈൻ സൊസൈറ്റി ജസ്റ്റിസ് ത്രൂ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പുനർവിതരണം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജസ്റ്റിസ്, നീതി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നീതി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. നമുക്കറിയാം, ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത് ജമീന്ദാസ്, ജഗീർദാസ് പോലെയുള്ള ഇടനിലക്കാരായിരുന്നു. ഫാർമേഴ്സ് ലാൻഡ്ലെസ് ലേബറേഴ്സ് ആയിരുന്നു, ഭൂമിയില്ലാത്ത കർഷകരായിരുന്നു അല്ലെങ്കിൽ തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഭൂമി എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ടു അറ്റൈൻ സൊസൈറ്റി ജസ്റ്റിസ് ത്രൂ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമി എല്ലാവരിലേക്കും, പാവപ്പെട്ട കർഷകർക്ക് സ്വന്തമായി ഭൂമി വേണം. അതിനുള്ള പരിഷ്കാരമാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഉൽപാദനം കൂട്ടുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇത് രണ്ടുമായിരുന്നു ലാൻഡ് റിഫോംസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലാൻഡ് ഓണർഷിപ്പ് പുനർവിതരണം ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ, സമൂഹത്തിൽ നീതി നേടിയെടുക്കുക എന്നുള്ളതും കാർഷിക മേഖലയിലെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൂട്ടുക എന്നുള്ളതുമായിരുന്നു ലക്ഷ്യങ്ങൾ. ഇനി സ്കോപ്പ് ഓഫ് ലാൻഡ് റിഫോംസ്. നമ്മൾ എന്താണ് ലാൻഡ് റിഫോംസിലൂടെ ചെയ്തത്? പ്രധാനമായും അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാസ്, ജഗീർദാസ് എക്സെട്ര. അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാർസ്, ജഗീർദാർസ് ഇതുപോലെയുള്ള ആളുകളെ ഒഴിവാക്കി എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമായി ചെയ്തത്. രണ്ടാമത്തത് ടെനൻസി റിഫോംസ്, വിച്ച് ഇൻക്ലൂഡഡ് റെഗുലേഷൻ ഓഫ് റെന്റ്, പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഓഫ് ടെനുവർ എക്സെട്ര. അതായത് ടെനൻസി റിഫോംസിൽ ഗവൺമെൻറ് ചെയ്തത് കുടിയാന്മാർക്ക്, ഭൂമിയില്ലാത്ത ലാൻഡ്ലെസ് ലേബറേഴ്സിൻ്റെ കുടിയാന്മാർക്ക് അവരിൽ നിന്ന് പാട്ടം നിർബന്ധമായും ജമീന്ദാസ് പോലെയുള്ള ഇടനിലക്കാർ വാങ്ങുകയായിരുന്നു. അതിൽ മാറ്റം വരുത്തുകയും അതുപോലെ അവരുടെ ജോലിക്ക് അവർക്ക് സുരക്ഷ ഏർപ്പാടാക്കി കൊടുക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ ടെനൻസി റിഫോംസ് നടപ്പിലാക്കി. മൂന്നാമത്തത് ഫിക്സിംഗ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ്. അതായത് കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ഒരു ലാൻഡ് ഓണർ, ഒരു ഭൂ ഉടമസ്ഥൻ അയാളുടെ കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ആ പരിധിയിൽ കൂടുതൽ ഭൂമി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഭൂമിയില്ലാത്ത കർഷകർക്ക് നൽകണം. അതാണ് ഫിക്സിംഗ് സീലിംഗ് എന്ന് പറയുന്നത്. ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി കൈവശം വയ്ക്കുന്ന കൃഷിഭൂമിക്ക് അല്ലെങ്കിൽ ലാൻഡിന് ഒരു പരിധി നിശ്ചയിക്കുക. ആ പരിധിയിൽ കൂടുതലുള്ള കൃഷിഭൂമി ഉണ്ടെങ്കിൽ അത് കൃഷിഭൂമി ഇല്ലാത്ത കർഷകന് നൽകണം. അത്തരത്തിലുള്ള ഒരു ഫിക്സിംഗ് സീലിംഗ് എന്നുള്ള ഒരു നിയമവും കൊണ്ടുവന്നു. ഇങ്ങനെ ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമായി ഉണ്ടായ നേട്ടം പ്രധാനമായും ഈ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്, അതായത് ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നതോടുകൂടി ഇന്ത്യയിൽ the abolition of intermediaries brought 200 lakh tenants into direct contact with the government. ഗവൺമെൻറ്റുമായി 200 ലക്ഷം കുടിയാന്മാർക്ക് നേരിട്ട് ബന്ധമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറീസ് ഇല്ലാതെ
കർഷകർക്ക് തന്നെ ഏകദേശം 200 ലക്ഷം കുടിയന്മാർക്ക്, അതായത് ഭൂമി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് നേരത്തെയുള്ള പാവപ്പെട്ട കർഷകർക്ക് ഗവൺമെന്റുമായി നേരിട്ട് ബന്ധമുണ്ടായി. അതായത് അവർക്ക് ലാൻഡ് സ്വന്തമായി കിട്ടി. എന്നാൽ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈക്വിറ്റിയാണ്. ബട്ട് ദ ഗോൾ ഓഫ് ഈക്വിറ്റി കുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി അച്ചീവ്ഡ്. നമുക്ക് മുഴുവനായും ഈക്വിറ്റി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചില്ല. നമ്മൾ ഗവൺമെൻറ് വിചാരിച്ചിരുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ആ പരിധിയിലപ്പുറമുള്ള കൃഷിഭൂമി വാങ്ങുകയും അത് കൃഷിഭൂമി ഇല്ലാത്ത കർഷകർക്ക് അല്ലെങ്കിൽ ലേബറേഴ്സിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ഈ ലക്ഷ്യം പൂർണ്ണമായും നമുക്ക് നേടാൻ സാധിച്ചില്ല. അതിനുള്ള കാരണം ചില ലൂപ്പ് ഹോൾസ് ആണ്, പഴുതുകളാണ്. ദ ലാൻഡ് ലോഡ്സ് ടു ട്രാൻസ്ഫർ ദെയർ ലാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് ദെയർ ക്ലോസ് റിലേറ്റീവ്സ്. അതായത് ഈ നിയമം കൊണ്ടുവന്നപ്പോൾ ഈ നിയമത്തിനെതിരായി ലാൻഡ് ഓണേഴ്സ് ഓർ ലാൻഡ് ലോഡ്സ്, ജന്മിമാർ അല്ലെങ്കിൽ കൃഷിഭൂമി സ്വന്തമായുള്ളവർ കോടതിയെ സമീപിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു. ഈ നിയമം നടപ്പിലാക്കാൻ വൈകിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. നിയമം നടപ്പിലാക്കാൻ വൈകുന്നതിന് മുൻപ് ഇവർ ചെയ്തത് ട്രാൻസ്ഫർ ദെയർ ലാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് ദെയർ ക്ലോസ് റിലേറ്റീവ്സ്. അവരുടെ പരിധിയിൽ കൂടുതലുള്ള ഭൂമി അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് അവർ കൈമാറി. എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, എന്നാൽ അവരുടെ പേരിലുള്ള കൃഷിഭൂമി പരിധിയിൽ കൂടുതലുള്ളത് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അവർ കൈമാറി. അത് കൈമാറുന്നതിന് വരെയുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഈ നിയമം പാസ്സാക്കാൻ വൈകി. ആ സമയം കൊണ്ട് ഇവരുടെ കയ്യിലുള്ള കൃഷിഭൂമി അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് കൈമാറി. എന്നാൽ ഇന്ത്യയിൽ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലുമാണ് ലാൻഡ് റീഫോംസ് വളരെയധികം വിജയിച്ചത്. ലാൻഡ് റീഫോംസ് സക്സസ്ഫുൾ ആയത് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. കേരളത്തിലും വെസ്റ്റ് ബംഗാളിലുമാണ് ഈ ലാൻഡ് റിഫോംസ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാൻഡ് ടു ദ ടില്ലേഴ്സ് ആയിരുന്നു. ഗവൺമെൻറ്റ്സ് മോട്ടോ ലാൻഡ് ടു ദ ടില്ലേഴ്സ്. കൃഷിഭൂമി എപ്പോഴും കർഷകനുള്ളതാണ്. അപ്പം കൃഷിഭൂമി കർഷകന് എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് ലാൻഡ് റിഫോംസിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ലാർജ് സെക്ഷൻസ് ഓഫ് ലേബറേഴ്സ്, പെർട്ടിക്കുലർലി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കണ്ടിന്യൂഡ് ടു ബി ലാൻഡ്ലെസ് ലേബറേഴ്സ്. ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ലക്ഷ്യം വെച്ചു, ഗവൺമെൻറ് നിയമങ്ങളൊക്കെ പാസ്സാക്കി എന്നുണ്ടെങ്കിലും ഒരു ലാർജ് സെക്ഷൻ, വലിയൊരു വിഭാഗം തൊഴിലാളികൾ, പ്രധാനമായും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു വിഭാഗം ലേബറേഴ്സ് വീണ്ടും ലാൻഡ്ലെസ് ലേബറേഴ്സ് ആയിട്ട്, അതായത് ഭൂമിയില്ലാത്ത തൊഴിലാളികളായി തന്നെ നിലനിന്നു. കോസസ് ഓഫ് ഫെയിലർ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ, ഇങ്ങനെ പരാജയപ്പെടാനുള്ള കാരണം ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഓരോ സംസ്ഥാനത്തിലെയും ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കുറവ്, അത്രയ്ക്ക് പ്രതിജ്ഞാബദ്ധത ഗവൺമെൻറ് കാണിച്ചുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു കാരണം ഇംപ്ലിമെൻറ്റേഷൻ ലാക്സ്. ഇത് നടപ്പിലാക്കാൻ കുറേ വൈകി. നമ്മൾ പറഞ്ഞു ലാൻഡ് ഓണേഴ്സ് കോടതിയെ സമീപിക്കുകയും നിയമം പാസ്സാക്കാൻ നേരം വൈകിക്കുകയും ചെയ്തു. ഈ ഒരു ലാക്സ്, ഇംപ്ലിമെൻറ്റേഷൻ ലാക്സ്, നിയമം നടപ്പിലാക്കാനുള്ള കാലതാമസമാണ് മറ്റൊരു കാരണം. മറ്റൊന്ന് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് ബിഗ് ലാൻഡ് ലോഡ്സ്. വൻകിട ഭൂ ഉടമസ്ഥരുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇത് പരാജയപ്പെടാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ ഈ ലാൻഡ് റീഫോംസ് നടപ്പിലാക്കിയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ലാൻഡ് ടു ദ ടില്ലേഴ്സ്, കൃഷിഭൂമി എപ്പോഴും കർഷകനായിരിക്കണം, പരിധിയിൽ കൂടുതൽ ആരും കൃഷിഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃഷിഭൂമി ഇല്ലാത്ത കർഷകന് കൈമാറണം. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. ഒരു പരിധി വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇത് പരാജയപ്പെടുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ റിഫോമാണ് ദ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിലൂടെ മനസ്സിലാക്കാം, റവല്യൂഷണറി ചേഞ്ചാണ്, ഒരു വിപ്ലവാത്മകമായ മാറ്റമാണ് കാർഷിക മേഖലയിൽ ഗ്രീൻ റവല്യൂഷനിലൂടെ ഉണ്ടായത്. ഗ്രീൻ റവല്യൂഷൻ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കിയത്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഡ്യൂറിങ് 1965 to 1975. 1965 മുതൽ 75 വരെയാണ് ഒന്നാമത്തെ ഘട്ടം. ദിസ് ഗ്രീൻ റവല്യൂഷൻ ഈസ് നോൺ ആസ് വീറ്റ് റവല്യൂഷൻ. ഒന്നാം ഘട്ട ഗ്രീൻ റവല്യൂഷനെ നമ്മൾ വീറ്റ് റവല്യൂഷൻ എന്ന് വിളിക്കും. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്, ഗോതമ്പ് വിപ്ലവം. കാരണം ഗോതമ്പ് എന്ന് പറയുന്ന വിളയിലാണ് ഒരു റവല്യൂഷണറി ചേഞ്ച് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്.
ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ഹരിത വിപ്ലവം. ഗ്രീൻ റവല്യൂഷനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ട പോയിന്റുകളാണ് ഈ താഴെ പറയുന്നതൊക്കെ. HYV സീഡ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. അതായത് കാർഷിക മേഖല സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. അപ്പം നമ്മൾ ഈ കാർഷിക മേഖലയിലെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ചു. യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും എല്ലാം ഉപയോഗിച്ചു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉൽപാദനക്ഷമത കൂടും. പിന്നീട് ഫാം മെക്കാനൈസേഷൻ, അതായത് കൃഷിഭൂമിയിൽ നമ്മൾ മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. യൂസ് ഓഫ് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ് എക്സെട്ര. ട്രാക്ടർ, പമ്പ് സെറ്റ് ഇതുപോലെയുള്ള മെഷീനറികൾ ഉപയോഗിക്കാൻ തുടങ്ങി. പ്രൊവിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ്, അതുമാത്രമല്ല കൃഷിക്കാർക്ക്, ഫാമേഴ്സിന് സബ്സിഡി നിരക്കിൽ കടം അല്ലെങ്കിൽ വായ്പ കൊടുക്കാൻ, കാർഷിക വായ്പ നൽകാൻ തുടങ്ങി ഗവൺമെൻറ്. പ്രൊമോഷൻ ഓഫ് റിസർച്ച് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ, അതുപോലെ കാർഷിക മേഖലയിലെ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്തു, അതിന് പ്രോത്സാഹനം നൽകി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത്. അപ്പം ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ 6 പോയിന്റുകളും അതിലുണ്ടായിരിക്കണം. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അതുപോലെ ഫാം മെക്കാനൈസേഷൻ, പ്രൊവിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ്, പ്രൊമോഷൻ ഓഫ് റിസർച്ച് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിലൂടെയാണ് നമുക്ക് റവല്യൂഷണറി ചേഞ്ച് അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ടായത്. ഇത് പ്രധാനമായും 1-ാം ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഗോതമ്പിൽ ആണ് കൂടുതൽ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വിജയകരമായിട്ടില്ല. 1-ാം ഘട്ടത്തിൽ പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും 1-ാം ഘട്ട ഗ്രീൻ റവല്യൂഷൻ വിജയകരമായത്. അതിൽ തന്നെ ആ സംസ്ഥാനങ്ങളിൽ തന്നെ ഗോതമ്പ് എന്ന് പറയുന്ന വിളയിലാണ് ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത്. ഇനി സെക്കൻഡ് ഫേസ്, ഇതിൻ്റെ 2-ാമത്തെ സ്റ്റേജ് 1975 to 1985, 1975 മുതൽ 1985 വരെയുള്ള കാലയളവിലാണ്. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും ഗ്രീൻ റവല്യൂഷൻ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയതിലൂടെ, ഹരിത വിപ്ലവം നടപ്പിലാക്കിയതിലൂടെ എന്താണ് കാർഷിക മേഖലയ്ക്കുണ്ടായ ബെനിഫിറ്റ്, ലാഭം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ലാഭം ഗ്രീൻ റവല്യൂഷനിലൂടെ റവല്യൂഷണറി ചേഞ്ചാണ് ഉണ്ടായത്, വിപ്ലവാത്മകമായ മാറ്റമാണ്. എന്ന് പറഞ്ഞാൽ വളരെയധികം മെച്ചം കൃഷിക്കാർക്കുണ്ടായി. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയാണ്. ഒന്നാമത്തത് ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചു, മെഷീനുകൾ ഉപയോഗിച്ചു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ നമുക്കറിയാം പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഇൻ ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യ വിളകളിൽ അല്ലെങ്കിൽ ഭക്ഷ്യ ധാന്യങ്ങളിൽ പ്രൊഡക്ഷൻ കൂടി, ഉൽപാദനം വർദ്ധിച്ചു. റെഡ്യൂസ്ഡ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട് ഫുഡ് ഗ്രെയിൻസ്, നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ ഫുഡ് ഗ്രെയിൻസ് നമ്മൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി ചെയ്യുന്നതിന് കുറവ് വന്നു. റെഡ്യൂസ്ഡ് ദ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആശ്രയത്വമാണ് ഓൺ ഇമ്പോർട്ട് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങൾ പോലും നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ. അത് നമ്മൾ കുറച്ചു എന്നുള്ളതാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഗ്രെയിൻസ് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. മാർക്കറ്റബിൾ സർപ്ലസ് എന്ന് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി കർഷകർക്ക് വിൽക്കാൻ പോലും സാധിച്ചു. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് വിൽക്കാനും സാധിച്ചു. സർപ്ലസ് ഉണ്ടായി, മിച്ചമുണ്ടായി. ഇറ്റ് ഇൻക്രീസ്ഡ് ദ ഇൻകം ഓഫ് ദ ഫാർമേഴ്സ്, ഇത് ഫാർമേഴ്സിൻ്റെ ഇൻകം വർദ്ധിപ്പിച്ചു, വരുമാനം വർദ്ധിപ്പിച്ചു. റെഡ്യൂസ്ഡ് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, മാത്രമല്ല ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ബഫർ സ്റ്റോക്ക്, വലിയൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ വലിയൊരു സ്റ്റോക്ക് നമുക്കുണ്ടായി. അത്രയും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാനുണ്ടായി. ഇതൊക്കെയായിരുന്നു ഗ്രീൻ റവല്യൂഷൻ്റെ
ബെനിഫിറ്റ്സ്. എന്നാൽ ഗ്രീൻ റവല്യൂഷന് ചില ഡ്രോബാക്സ്, ദോഷങ്ങളും ഉണ്ടായി. നമ്മൾ വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കി, വലിയ പ്രൊഡക്ഷൻ ഉണ്ടായി, കർഷകർക്ക് ഇൻകം കൂടി എന്നുള്ള ഗുണമൊക്കെ ഉണ്ടായെങ്കിലും ചില ഡ്രോബാക്സ്, ദോഷങ്ങളുണ്ടായി. ഇറ്റ് ബെനിഫിറ്റഡ് ടു റിച്ച് ഫാർമേഴ്സ്. ഗ്രീൻ റവല്യൂഷൻ ഹാസ് ബെനിഫിറ്റഡ് ദ റിച്ച് ഫാർമേഴ്സ്. റിച്ച് ഫാർമേഴ്സിന്, അതായത് ഫാർമേഴ്സിൽ തന്നെ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ് ഉണ്ട്. റിച്ച് ഫാർമേഴ്സിന് വളരെ ലാഭകരമായി. അതുകൊണ്ട് തന്നെ ഇറ്റ് ലെഡ് ടു വൈഡനിങ് ഇൻകം ഡിസ്പാരിറ്റി. അതുകൊണ്ട് ഈ കൃഷിക്കാരുടെ ഇടയിൽ വരുമാന അസമത്വം കൂടി. അതായത് പണമുള്ള കർഷകൻ വീണ്ടും വീണ്ടും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃഷിഭൂമി വളരെ ലാഭകരമാക്കിയപ്പോൾ പാവപ്പെട്ട കർഷകന് അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ പാവപ്പെട്ട കർഷകനും പണക്കാരനായിട്ടുള്ള കർഷകരും തമ്മിലുള്ള ഇൻകം ഡിസ്പാരിറ്റി, അവരുടെ വരുമാന അസമത്വം കൂടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷം. രണ്ടാമത്തത്, റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻക്രീസ്ഡ്. ചില പ്രദേശങ്ങളിൽ ഇത് വിജയകരമായി, ചില പ്രദേശങ്ങളിൽ വിജയകരമായില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക അസമത്വവും വർദ്ധിച്ചു, പ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വവും വർദ്ധിച്ചു. മറ്റൊന്നാണ് റെഡ്യൂസ്ഡ് ദ ക്വാളിറ്റി ഓഫ് സോയിൽ. മണ്ണിൻ്റെ ഗുണം കുറഞ്ഞു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ പെട്ടെന്ന് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാമെങ്കിലും പിന്നീട് ആ മണ്ണിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരം കുറയുകയാണ് ചെയ്യുക. എക്സസീവ് യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ. നമ്മൾ ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ചെയ്തത് വെള്ളത്തിന് എക്സസീവ് യൂട്ടിലൈസേഷൻ, അമിതമായി നമ്മൾ ഉപയോഗിച്ചു. നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമ്മൾ അമിതമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഡ്രോബാക്ക്. ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യം നമ്മൾ നശിപ്പിച്ചു. നമ്മൾ ഉപയോഗിച്ച ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കർഷകന് ആവശ്യമായിട്ടുള്ള കീടനാശിനികൾ, മണ്ണിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾ പോലും നശിച്ചു പോകുന്ന ഒരവസ്ഥ സംഭവിച്ചു. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കീടങ്ങൾ മാത്രമല്ല, മണ്ണിന് ആവശ്യമുള്ള, മണ്ണിര കർഷകൻ്റെ ഒരു ആത്മമിത്രമാണ്. അപ്പം അതുപോലെയുള്ള എല്ലാ ജീവികളും നശിച്ചു പോകാൻ കാരണമായി നമ്മുടെ ഈ കീടനാശിനികളുടെ ഉപയോഗം. അങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതായി എന്നുള്ളതാണ് ഇതിൻ്റെ ദോഷം. ഇപ്പം ഗ്രീൻ റവല്യൂഷൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ദോഷങ്ങൾ: ഒന്ന്, റിച്ച് ഫാർമേഴ്സിനാണ് ഇതുകൊണ്ട് ലാഭം കൂടുതലുണ്ടായത്. റീജിയണൽ ഡിസ്പാരിറ്റീസ് വർദ്ധിച്ചു. സോയിലിൻ്റെ, മണ്ണിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. അമിതമായ വെള്ളത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം നമ്മൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ്റെ ദോഷങ്ങൾ. ഇനി ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു സബ്സിഡൈസ്ഡ് റേറ്റിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് നൽകി. കർഷകന് കാർഷിക വായ്പ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ സബ്സിഡി റേറ്റിൽ നൽകി. അപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ കർഷകരെ സഹായിക്കാനുള്ളതാണ്. എന്നാൽ ഈ സബ്സിഡിക്ക് ഫേവറബിളായും അൺഫേവറബിളായിട്ടുള്ള ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളോട് പരീക്ഷയ്ക്ക് ഡിബേറ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. സബ്സിഡീസിൻ്റെ ഫേവറബിൾ ആർഗ്യുമെൻറ്റും അൺഫേവറബിൾ ആർഗ്യുമെൻറ്റും എന്ന് പറഞ്ഞാൽ സബ്സിഡി വേണോ വേണ്ടേ എന്നുള്ളതാണ്. വേണം എന്ന് പറയുന്ന ഒരു കൂട്ടരും വേണ്ട എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും. അതിലെന്തൊക്കെയാണ് ഫേവറബിൾ ആർഗ്യുമെൻറ്റ്സ്, അതായത് സബ്സിഡിക്ക് അനുകൂലമായിട്ടുള്ള വാദങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത്, ടു എൻകറേജ് ഫാർമേഴ്സ് ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി. പുതിയ സാങ്കേതിക വിദ്യ നടപ്പിലാക്കണമെങ്കിൽ കർഷകർക്കൊരു പ്രോത്സാഹനമാണ് സബ്സിഡി. സബ്സിഡി റേറ്റിൽ രാസവളങ്ങളും കീടനാശിനികളും എല്ലാം നൽകുമ്പോൾ അത് കർഷകർക്കൊരു പ്രോത്സാഹനമാണ്. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാൻ കർഷകർക്ക് എപ്പോഴും സബ്സിഡി ഒരു പ്രോത്സാഹനമാണ് എന്നുള്ളതാണ് ഒരു ഫേവറബിൾ ആർഗ്യുമെൻറ്റ്. മറ്റൊന്ന്, സബ്സിഡീസ് വിൽ റെഡ്യൂസ് ദ ഇനീക്വാലിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. നമുക്കറിയാം, റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ് ഉണ്ട്. ധനികരായിട്ടുള്ളതും പാവപ്പെട്ടവരുമായിട്ടുള്ള കൃഷിക്കാരുണ്ട്. അപ്പോൾ പാവപ്പെട്ട കൃഷിക്കാർക്ക് ഈ സബ്സിഡി വളരെ ഉപകാരപ്പെടും. അവർക്ക് റിച്ച് ഫാർമേഴ്സിനെ പോലെ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് റിച്ച് ഫാർമേഴ്സും പുവർ ഫാർമേഴ്സും തമ്മിലുള്ള ഇനീക്വാലിറ്റി, അസമത്വം കുറയ്ക്കാൻ സബ്സിഡിക്ക് സാധിക്കും. മറ്റൊരു പോയിന്റാണ് സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജീസ്. പുതിയ കാർഷിക തന്ത്രങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇങ്ങനെ സബ്സിഡി ലഭിക്കുകയാണെങ്കിൽ ഫാർമേഴ്സിന് അതിലേക്ക് കയറി വരാൻ താല്പര്യം കൂടും. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാർഷിക തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ
സബ്സിഡി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ടു അട്രാക്ട് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ. കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സബ്സിഡി കൊണ്ട് സാധിക്കും. ഫാമേഴ്സ് ഇൻ ഇന്ത്യ ആർ പുവർ, സബ്സിഡീസ് ആർ എ റിലീഫ് ഫോർ ദം. ഇന്ത്യയിലെ ഫാർമേഴ്സ് എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സബ്സിഡി അവർക്കൊരാശ്വാസം തന്നെയാണ്. അഗ്രികൾച്ചർ ഈസ് സീസണൽ. നമുക്കറിയാം, കാർഷിക മേഖല എന്ന് പറയുന്നത് സീസണലാണ്. ഒരു സീസണിൽ മാത്രമാണ് ജോലി ഉണ്ടാകുന്നത്. ഹ്യൂജ് ലോസ് ഡ്യൂ ടു ഡ്രോട്ട്, ഹെവി റെയിൻ എക്സെട്ര ഹെൽപ്ഫുൾ ഫോർ ദം. അതുപോലെ തന്നെ ഓരോ സീസൺ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരൾച്ചയോ അല്ലെങ്കിൽ വളരെ വലിയ മഴയോ ഒക്കെ ഉണ്ടാകുമ്പോൾ കർഷകർക്ക് വളരെ വലിയ നഷ്ടം സംഭവിക്കും. ഇങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സബ്സിഡി അവർക്ക് വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല, സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. കാർഷിക മേഖലയുടെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ വരികയും അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം സബ്സിഡി കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ്. എന്നാൽ അൺഫേവറബിൾ ആർഗ്യുമെൻറ്റ്സ്, ഇതിനെതിരായിക്കൊണ്ടുള്ള ചില വാദങ്ങളുണ്ട്. എന്താണ് സബ്സിഡിക്ക് എതിരായിട്ടുള്ള വാദങ്ങൾ? എൻജോയ്ഡ് ദ റിച്ച് ഫാർമേഴ്സ്. ഇതെല്ലാം ഇപ്പോഴും റിച്ച് ഫാർമേഴ്സ് ആണ് എൻജോയ് ചെയ്യുന്നത്. അതായത് ഈ സബ്സിഡിയുടെ കാര്യം മറ്റും പുവർ ഫാർമേഴ്സ് പലപ്പോഴും അറിയാതെ പോകുന്നു. റിച്ച് ഫാർമേഴ്സിനാണ് ഇത് പലപ്പോഴും കിട്ടുന്നത്. രണ്ടാമത്തത്, ബെനിഫിറ്റ് ടു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ ലാഭം പലപ്പോഴും രാസവളങ്ങളും കീടനാശിനികളിലും ഒക്കെയാണല്ലോ കൊടുക്കുന്നത്. അവരുടെ ആ വ്യവസായങ്ങളാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആസ്വദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്, അതായത് രാസവളങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രികൾക്കാണ് ഇതുകൊണ്ട് ലാഭം കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന് എതിരായിട്ടുള്ള ഒരു വാദം. മറ്റൊന്ന്, വൺസ് ദ ന്യൂ ടെക്നോളജി ഈസ് ഫൗണ്ട് പ്രോഫിറ്റബിൾ ആൻഡ് ഈസ് വൈഡ്ലി അഡോപ്റ്റഡ് ദർ ഈസ് നോ നീഡ് ടു പ്രൊവൈഡ് സബ്സിഡീസ്. ഇതിനെതിരായി പറയുന്ന ആളുകൾ പറയുന്നത്, ഒരിക്കൽ പുതിയ ടെക്നോളജി വിജയകരമായി എങ്കിൽ അല്ലെങ്കിൽ ലാഭകരമായി അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ പിന്നീട് അവർക്ക് സബ്സിഡി കൊടുക്കേണ്ട. തുടക്കത്തിൽ കൊടുക്കുന്ന സബ്സിഡി ലാഭകരമായി ജനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യ നടപ്പിലാക്കി പ്രോഫിറ്റബിൾ ആയി എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിനെതിരെ വാദിക്കുന്ന ആളുകൾ പറയുന്നത്. മാത്രമല്ല, ഇറ്റ് ക്രിയേറ്റഡ് ഹ്യൂജ് ഫിനാൻഷ്യൽ ബേർഡൻ ടു ദ ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ് വലിയൊരു ഭാരമാണ്. ഫാർമേഴ്സിനെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഈ സബ്സിഡി ഗവൺമെൻറ് വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. ഇറ്റ് ഡസ് നോട്ട് ബെനിഫിറ്റഡ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. ഇത് പലപ്പോഴും ലക്ഷ്യം വയ്ക്കുന്ന ഗ്രൂപ്പിന്, അതായത് പാവപ്പെട്ട കർഷകരെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. മറ്റൊന്ന്, വെൻ ഇൻപുട്സ് ആർ പ്രൊവൈഡഡ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ് ദർ ഈസ് എ ചാൻസ് ഓഫ് യൂസിങ് ഇറ്റ് വേസ്റ്റ്ഫുള്ളി. ഈ സബ്സിഡി റേറ്റിൽ, അതായത് കുറഞ്ഞ നിരക്കിൽ ഇൻപുട്ടുകൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ, ഇപ്പോൾ രാസവളം, കീടനാശിനി ഇതുപോലെയുള്ള ഇൻപുട്ടുകൾ നൽകുമ്പോൾ പലപ്പോഴും ചാൻസ് ഓഫ് യൂസിങ് ഇറ്റ് വേസ്റ്റ്ഫുള്ളി, ഇത് വേസ്റ്റ്ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ കുറേ വേസ്റ്റാക്കി കളയാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇതിനെ എതിർക്കുന്ന വിഭാഗം ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേണ്ടത്ര കാര്യക്ഷമമാവുന്നില്ല സബ്സിഡി എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്.